ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പങ്കുവെക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയെ അറിയിച്ചു. കേസിന്റെ സുപ്രധാന വിവരങ്ങൾ വെളിപ്പെടുത്തരുതെന്ന് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശമുണ്ടെന്ന് അദ്ദേഹം വിശദീകരിച്ചു. പ്രതിപക്ഷ എംഎൽഎമാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കോടതി നിർദ്ദേശം ഉദ്ധരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഈ വിവരങ്ങൾ നൽകാൻ വിസമ്മതിച്ചു. ഇത് പ്രതിപക്ഷ അംഗങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കി. സഭയിൽ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയുടെ വിതരണം സംബന്ധിച്ചും വിശദീകരിച്ചു. മുൻ UDF സർക്കാരിന്റെ കാലത്തെ വീഴ്ചകൾ അദ്ദേഹം കണക്കുകൾ സഹിതം നിരത്തി. 2011-16 കാലയളവിൽ വിതരണം ചെയ്യാൻ ഉത്തരവായിട്ടും 29,930 അപേക്ഷകളിൽ തുക നൽകിയിരുന്നില്ലെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. 2016 അധികാരത്തിൽ വന്ന LDF സർക്കാരാണ് തടഞ്ഞുവെച്ച ഈ തുകയിൽ 36 കോടി രൂപ അനുവദിച്ചത്. അർഹരായവർക്ക് സഹായം എത്തിക്കുന്നതിൽ ഇടത് സർക്കാർ കാണിച്ച ജാഗ്രതയാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. വയനാട് ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസും ലീഗും പിരിച്ച തുക സംബന്ധിച്ചും മുഖ്യമന്ത്രി സഭയിൽ സംസാരിച്ചു. ഇവർ എത്ര തുക പിരിച്ചു എന്നതിന്റെ വിശദാംശങ്ങൾ സർക്കാരിന് ലഭ്യമായിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് സുതാര്യതയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർത്തുന്നതാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ദുരന്തബാധിതർക്ക് സർക്കാർ വീടുകൾ നിർമ്മിച്ചു നൽകുക എന്നതായിരുന്നു ആദ്യത്തെ പൊതുധാരണ. എന്നാൽ ആ ധാരണയിൽ നിന്ന് മാറി കോൺഗ്രസും ലീഗും സ്വന്തം നിലയ്ക്ക് വീടുകൾ നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. ഇത്തരം ഏകപക്ഷീയമായ തീരുമാനങ്ങൾ പുനരധിവാസ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന സൂചനയും മുഖ്യമന്ത്രി നൽകി.